വലിയ നാമത്തിന് വീണ്ടും സ്തോത്രങ്ങൾ ഏറ്റുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെക്ഷനാണ്. നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിയാക്കി രാവിലെ അനേകധികം മക്കൾ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ദൂരെ നിന്ന് വരുന്ന ദൈവമക്കളും കൂടി ആയതുകൊണ്ട് അവർക്ക് രാവിലെ മാത്രമേ വരാൻ കഴിയുള്ളൂ. എങ്കിലും വൈകുന്നേരം നമുക്ക് ചില ദൈവമക്കൾ വരാമായിരുന്നു. വൈകിട്ടത്തെ മഴയുടെ ചില തടസ്സങ്ങളായിരിക്കാം, ചിലരെ മടിപ്പിക്കാൻ കാരണമായത്. എങ്കിലും പ്രിയപ്പെട്ടവരായ നമുക്ക് ഒരുമിച്ച് കൂടി തക്കവണ്ണവും പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്താതെ വണ്ണം വീണ്ടും നമുക്ക് നിരവധി പാട്ടുകൾ പാടി അത്യസമയം പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അവസരത്തെ ഒരുക്കി തന്നു. ആ ദൈവത്തിന്റെ എല്ലാ നിറവിനും ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വന്ന പ്രിയ സഹോദരനെയും വിശേഷാൽ സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് വേണ്ടി കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവരിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. വായിച്ചു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവരിൽ, എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന പദം. ഇത് നിങ്ങൾ ആ വിഷയത്തിന്റെ ശക്തി നമുക്ക് ആസ്വദിക്കണം. ആ ദൂതം നന്നായി ഗ്രഹിക്കണം. ക്രിസ്തുവിനെ പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ചതിന്റെ ഏറ്റവും ഉദ്ദേശം ഈ വചനം നമ്മൾ ഇപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായി. മനുഷ്യൻ അപൂർണൻ എന്നൊരു കാര്യം സ്വർഗത്തിലെ കർത്താവിന്റെ കണ്ണിൽ പെട്ടു. എന്തു തൊട്ടാലും മനുഷ്യൻ നിരാശൻ എന്നുള്ളത് വലിയ ബോധ്യം ദൈവത്തിന് വന്നു. മനുഷ്യൻ ഒറ്റപ്പെടുന്നു എന്നത് കാര്യവും യഹോവയ്ക്ക് ബോധ്യപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വിവിധ തലത്തിൽ കൂടെ പോരായ്മകൾ അവരെ പിന്തുടരുന്നു എന്നുള്ള ബോധ്യവും യഹോവയായ ദൈവത്തിന് ബോധ്യപ്പെട്ടു. ഒന്നുകൂടി പറയാം, ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ഉണ്ടാക്കപ്പെട്ടിട്ട് മണ്ണിന്റെ പുറത്ത് മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ മുഖത്ത് അല്ലെങ്കിൽ അവന്റെ ശരീരത്തിന് ദൈവത്തിന് തേജസ് കൊടുത്തപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായി മാറി. അവൻ പൂർണ്ണ മനുഷ്യനായി മാറിയപ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. കാര്യം അവരിൽ എന്തില്ല? അപൂർണതയില്ല. അവന്റെ ബോഡി സ്ട്രക്ചർ നോക്കിയാലും അവന്റെ ആന്തരികമായിട്ടുള്ള അവന്റെ ശരീരത്തിന് അവന്റെ ആന്തരികമായ അവന്റെ സന്തോഷം കണ്ടപ്പോഴും എന്ന് പറഞ്ഞാൽ ഭാഗികമായ സന്തോഷവും അവന്റെ ആന്തരികമായ സന്തോഷം കണ്ടപ്പോൾ ദൈവത്തിന് അവനോട് ഭയങ്കര സന്തോഷമായതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? പൂർണ്ണനാ നിൽക്കുന്ന, അപൂർണനല്ല, പൂർണ്ണനാ നിൽക്കുന്ന ഈ മനുഷ്യനോടുകൂടെ സഹവർത്തിത്വം ചെയ്യുവാൻ, അവന്റെ കൂടെ സംസാരിപ്പാൻ, അവന്റെ കൂടെ കൊച്ചുവർത്തമാനം പറയുവാൻ, അവന്റെ കൂടെ സല്ലപിക്കുവാൻ തക്കവണ്ണം വെയിലാറുന്ന സമയമാകുമ്പോൾ, സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നിട്ട് മനുഷ്യരോടുകൂടെ സംസാരിക്കുന്ന ശൈലിയുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ യഹോവ അങ്ങോട്ട് സംസാരിക്കുന്നു, രണ്ടുപേരും ഇങ്ങോട്ട് സംസാരിക്കുന്നു. ആദാമും ഹവ്വയും ഇങ്ങോട്ട് സംസാരിക്കുന്നു. അവർ രണ്ടുപേരും തമ്മിൽ സംസാരത്തിന്റെ ശക്തി നോക്കിയപ്പോൾ അവരെ കമ്മ്യൂണിക്കേഷനകത്ത്, അവരുടെ ആശയവിനിമയത്തിനകത്ത് എന്തില്ല? അപൂർണതയില്ല. അവന്റെ ബോഡി സ്ട്രക്ചറിനകത്ത് നോക്കി, അവന്റെ ബോഡി സ്ട്രക്ചറിനകത്ത് അപൂർണതയില്ല. അവന്റെ ആന്തരികമായുള്ള അന്തരീക്ഷം നോക്കി, അവന്റെ അപൂർണതയില്ല. സർവജ്ഞാനിയായ ദൈവം സകലത്തെയും ശക്തിയോടുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനുഷ്യനെ കണ്ടപ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. എന്താ? അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലോ ദൈവത്തിന്റെ സ്വരൂപത്തിലുമാണ് ഇരിക്കുന്ന കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ദൈവത്തിന് അവനോട് പ്രീതി തോന്നി. അപ്രീതിയല്ല, പ്രീതി തോന്നി. ആ പ്രീതിയുള്ള മനുഷ്യരുമായിട്ട് തോളോട് തോട് ചേർന്ന് അവൻ സ്വന്തം കൈ കെട്ടിവെച്ച് കൈ പിടിച്ചുകൊണ്ട് ആ തോട്ടത്തിന്റെ അകത്തുകൂടെ ഉച്ചാരത്തിൽ കൂടെ പൂക്കൾ കണ്ട് മരങ്ങൾ കണ്ട് അതിന്റെ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട് തമ്മിൽ സ്വർഗത്തിന് സന്തോഷവും ഭൂമിയുടെ സന്തോഷവും തമ്മിൽ ചെയ്തുകൊണ്ടാണ് യഹോവയായ ദൈവവും മനുഷ്യരുമായ ആദാമും ഹവ്വയും നടക്കുന്നത് കണ്ടപ്പോൾ തമ്പുരാന് ഭയങ്കര സന്തോഷമായി. കർത്താവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവർ മൂന്നുപേരും, യഹോവ ദൈവവും
അത് മനുഷ്യരായ രണ്ടുപേർ തമ്മിൽ, മൂന്നുപേർ തമ്മിൽ സന്തോഷിക്ക് സല്ലപിക്കുന്ന കണ്ടപ്പോൾ തോട്ടത്തിന്റെ വെളിയിൽ നിന്നുകൊണ്ട് ഒരുത്തന്റെ കണ്ണിനെ നോക്കിയാണ്, ഒരുത്തൻ ദുഷ്ടം കണ്ടു നോക്കിയാണ്, അസൂയയുടെ കണ്ടു നോക്കിയാണ്. അയ്യോ, എന്റെ സ്ഥാനത്ത് ഉണ്ടാക്കപ്പെടുന്ന മനുഷ്യൻ അവൻ ദൂതന്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവൻ നവരത്നങ്ങളെ കൊണ്ട് ഉണ്ടാക്കി ശ്രേഷ്ഠമായി നൽകിക്കൊണ്ട് രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം കൂടി, രണ്ടുകൊണ്ട് അവൻ ചിറകടിച്ച് അവൻ സ്വന്തം കാൽപാദം കൂടിയിട്ട് സൈനികരുടെ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ഘോഷിച്ചു നിൽക്കുന്ന ആ ദൂതന്മാര് അകത്ത് വന്നപ്പോൾ നിലത്ത് വീണു. നിലത്ത് വീണ മനുഷ്യൻ പിന്നെ അവൻ പിശാചായി മാറി, അവൻ ദൈവത്തിന് വിരുദ്ധനായി മാറി, ദൈവത്തിന് ശത്രുവായി മാറി. ദൈവത്തിന് ശത്രുവായി നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന് സന്തോഷിക്കേണ്ട ഒരു വ്യക്തി ആവശ്യമാണ്. ദൈവത്തിന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വ്യക്തി ആവശ്യം, സംസാരിക്കുന്ന വ്യക്തി ആവശ്യമാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ നോക്കിയപ്പോൾ അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ട് ദൈവ തേജസ് കൊണ്ടുണ്ടാക്കി തമ്പുരാനെ ശ്വാസം അകത്തിട്ട് ജീവിപ്പിച്ച് കൊണ്ടുവരുന്ന വ്യക്തിയെ കാണാമെന്നുള്ള ചിന്തയിൽ കൂടി പിതാവും ദൈവവും പുത്രനും യേശുവും പരിശുദ്ധാത്മാവും തമ്മിൽ സംസാരിച്ച ശേഷം അവൻ നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാകുക, ആണ് പെണ്ണുമായിട്ട് ഉണ്ടാക്കുക, അതിന്റെ ജീവശ്വാസം ഊതുക എന്നൊക്കെ പറഞ്ഞ് ദൈവം ഉണ്ടാക്കി. അവർ സന്തോഷമാക്കുമ്പോഴാണ് ഇതാ തോട്ടത്തിന്റെ വെളിയിൽ നിന്നും ഓരോ ആക്രമ സ്വഭാവത്തോടും അസൂയ കണ്ണുകളോടുകൂടി രണ്ട് കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടവരെ എന്ത് ചെയ്യാൻ? നശിപ്പിക്കുവാൻ, അവരെ തേജസ്സിനെ കളയുവാൻ. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ദൂതന്മാർ പൂർണ്ണരായിരുന്നു, ഇപ്പോൾ ആ ദൂതൻ അപൂർണനായി മാറി. പക്ഷെ ആ സ്ഥാനത്ത് മനുഷ്യൻ പൂർണ്ണനാണ്. ആ പൂർണ്ണനായ മനുഷ്യൻ എന്നെ പോലെ അപൂർണനാക്കണമെന്നുള്ള അജണ്ടയുമായിട്ട് പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാകുന്നു തന്ത്രശാലിയായ കുലത്വം നിറഞ്ഞുകൊണ്ട് പാമ്പിന്റെ സാദൃശ്യത്തിൽ, പാമ്പിന്റെ രൂപത്തിൽ അകത്ത് കർണശേഷം വിലകിയ സഹോദരിയായ ആദാമിനെ തൊട്ടിട്ട് ആദാമിനോട് പറഞ്ഞു, ഹവ്വയോട് പറഞ്ഞു, ഹവ്വേ, അവൻ കണ്ടു മനോഹരമായ ഫലമാണ്, ഇത് നീ കഴിച്ചു നോക്ക്. ഇല്ല ഇല്ല ഇല്ല, ഇത് കഴിക്കരുത്. യഹോവ ദൈവം എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ കഴിക്കില്ല, 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 കഴിക്കില്ല എന്ന് വൃദ്ധത്തിൽ പറഞ്ഞു. കുടഞ്ഞു മാറിയിട്ടും പ്രലോഭനങ്ങളും ചക്രവാക്കുകളും മുഖസ്തുതികളും വശീകരണ പദങ്ങളൊക്കെ പറഞ്ഞ് ഏത് വിധേനയും ആദാമിനെ ഹവ്വയെയും അടുപ്പിച്ച് തകർക്കുവാൻ, അപൂർണ്ണാക്കി മാറ്റുവാൻ തക്കവണ്ണം ചിന്തിച്ച് നിൽക്കുന്ന സ്ഥാനത്ത് അവൻ പിശാച് അല്ലെങ്കിൽ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ കൊമ്പ് ചാച്ചിട്ട് പറഞ്ഞു. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ചാച്ചു കൊടുക്കും, വീണ്ടും പൂക്കും, വീണ്ടും ചാച്ചു കൊടുക്കും, വീണ്ടും പൂക്കും, വീണ്ടും ചാച്ചു കൊടുക്കും, വീണ്ടും പൂക്കും. അപ്പൊ അവർ ഈ ചാഞ്ഞു വരുമ്പോൾ ആ വൃക്ഷത്തിന്റെ ആ ഫലം കണ്ടുമ്പോൾ കാണാൻ ഭംഗിയാണ്, മോഹം കൂടി. അവ വീണ്ടും ചാച്ചു കൊടുത്തു, അവ വീണ്ടും മോഹം കൂടി, വീണ്ടും ചാച്ചു കൊടുത്തു. അപ്പോൾ ഈ സഹോദരി അവൻ പിന്മാറി പോകുന്നു, വീണ്ടും ചാച്ചു കൊടുത്ത് നോക്കാൻ പറയുന്നു. അവൻ പലയാവർത്തി ചാച്ചു മോഹന വാഗ്ദാനങ്ങൾ മൊത്തം പറഞ്ഞ് 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 ഒരു സുപ്രഭാതമായപ്പോൾ അവൻ ഒരു സമയത്തേക്ക് പിശാച് അവൻ പറഞ്ഞ കുതന്ത്രത്തിനകത്ത് ആ പാവപ്പെട്ട ദൈവത്തിന്റെ സാദൃശ്യത്തെ സൃഷ്ടിക്കാൻ അവൻ പൂർണ്ണനായി തേജസ്വനിക്കുന്നതായ ആ സഹോദരി അതിനകത്ത് പെട്ടുപോയി. നോക്കണം, എപ്പോഴും സാത്താന് ഒറ്റയ്ക്ക് നടക്കുന്നവരെ പിശാച് പിടിക്കും. അതിനാണ് ഒരുവനേക്കാൾ ഇരുവർ ഏറ്റവും. ആ സ്ഥാനത്ത് ആദാമും കൂടെ ഉണ്ടായിരുന്നെങ്കിലും. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, എന്റെ മോനെ ഇന്ന ഹോസ്റ്റലില് പാസ്റ്റർ ആക്കണം, അവിടുത്തെ ലോക്കൽ ഗാഡിയായിട്ട് പാസ്റ്റർ ദയവായി നിൽക്കണം. പക്ഷേ ആ ഹോസ്റ്റൽ വാർഡനോട് അല്ലെങ്കിൽ ഹോസ്റ്റലിന്റെ നടത്തുന്ന ഉടമസ്ഥരോട് പറയണം, എന്റെ മോനെ ഒരു കാരണവശാലും ഒരു സിംഗിൾ റൂം കൊടുക്കരുത്, രണ്ടുപേരെങ്കിലും താമസിക്കുന്ന മുറിക്കകത്തെ അവൻ താമസിക്കാവൂ. കാര്യം അവൻ കുഞ്ഞാണ്. അപ്പോൾ തന്നെ അവൻ തമ്മിൽ ഷെയർ ചെയ്യാൻ തക്കവണ്ണം, സംസാരിക്കാൻ തക്കവണ്ണം പറ്റും. പക്ഷെ അവൻ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദുഃഖം വരും, പിശാച് അവനെ വശീകരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിയുന്നതോളം അവൻ രണ്ടുപേരും താമസിക്കുന്ന റൂം തന്നെ അവന് കൊടുക്കാൻ ശ്രമിക്കണമേ എന്ന് ആവശ്യപ്പെട്ടു.
അവർ ആദാമും കൂടെ പോയിരുന്നുവെങ്കിൽ അവൻ ഒരു കാലവശാൽ അവർക്ക് തെറ്റുപറ്റാൻ സാധ്യത കുറവായിരിക്കും. എപ്പോൾ ഒറ്റപ്പെടുന്നോ അപ്പൊ പോക്കിയെടുപ്പാൻ വരുന്നവനാണ് കുതന്ത്രത്തിന് ശക്തി. അതുകൊണ്ട് ഓർത്തോണ്ട് പ്രാർത്ഥനയിൽ, ആരാധനയിൽ, സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോഴൊക്കെയും രണ്ടുപേർ ചേർന്ന് തന്നെ യാത്ര ചെയ്താൽ വിജയത്തോടുകൂടെ പല വിഷയത്തിൽ അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയുമെന്നാണ് ഞാൻ ഈ വചനം കൊണ്ട് ദൈവജനത്തോട് ഓർപ്പിക്കുന്ന മേഖല. ഈ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ട നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വാക്കാകുന്നു. ദൈവം നമ്മെ അവൻ പൂർണ്ണനായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ പിശാച് അതിനെ അപൂർണ്ണമാക്കി മാറ്റേണ്ടി വന്നു. അപ്പോൾ ആദാമിന്റെ ഭാര്യ ഹവ്വ അവൻ ഭക്ഷിച്ചു. അവൻ പൂർണ്ണയായി നിൽക്കുന്ന, സൗന്ദര്യം നിൽക്കുന്ന, ദൈവത്തിന്റെ കൂടെ സംസാരിപ്പാൻ, ദൈവത്തിന്റെ കൂടെ ഒട്ടി ഒരുങ്ങി പോകാൻ തക്കവണ്ണമുള്ള യോഗ്യത പ്രാപിക്കപ്പെട്ടാൽ ആ സഹോദരി സഹോദരനും ഇപ്പോൾ ആ സഹോദരി അയോഗ്യതയെ മാറി. അവൻ ഭക്ഷിച്ച മാത്രം ദൈവത്തിന്റെ ദൈവം പറഞ്ഞ ആ ഫലം തിന്നലെന്ന് പറഞ്ഞ ഫലം പിശാചിന്റെ പോലെ വാഗ്ദാനം കഴിച്ച മാത്രം തന്നെ 100% പൂർണ്ണയാകുന്ന സഹോദരി പെട്ടെന്ന് 50% മാറി, അപൂർണ്ണയായി മാറി. അവിടെ പറഞ്ഞ വാക്ക് അവളും ഭക്ഷിച്ചു, പുരുഷന് കൊടുത്തു, ഭർത്താവിന് കൊടുത്തു. ഇപ്പൊ രണ്ടുപേരും 100 നിന്ന് എന്തിലോട്ട് വന്നു? 50 വന്നു. സ്തോത്രം. പക്ഷെ യഹോവ പറഞ്ഞു ഇവരെ ഈ പിശാചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ, പിശാചുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ തന്നെ ആരറിഞ്ഞു? സർവജ്ഞാനിയ ദൈവം സ്വർഗ്ഗത്തിൽ അറിഞ്ഞു. അപ്പോൾ എന്റെ ചിന്തയിൽ ഞാൻ പറയാം, ഞാനാണെങ്കിൽ അവയെ പറയുന്ന ചിന്തിക്കും ചിന്തകാരിക്കും ഞാൻ അവരെ പൂർണ്ണരായിട്ട് ചിന്തിച്ചത് കൊണ്ട് അവർ ഒരിക്കൽ പോലും തെറ്റാൻ സാധ്യതയില്ല. കാരണം ദൈവം മുന്നേ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിലെ ഫലങ്ങൾ അനുഭവിക്കാം, നിങ്ങൾ വേറെ ചെയ്യണം. പക്ഷേ ഒരു കാര്യം കൂടി, തോട്ടം കാക്കണം. കാക്കണമെന്ന് പറയുമ്പോൾ നിഷ്കൽമഷ യുഗത്തിനകത്ത് പാപം കണിക ഭൂമി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പാപയും മനുഷ്യനുണ്ടാകുമ്പോൾ എവിടുന്ന ശത്രുക്കൾ വരുന്നത്, എവിടുന്ന പാപം കയറി വരുന്നത്, അതുപോലെ ഒരു കാലവർഷം ബുദ്ധിപരമായിട്ട് അത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തിന് അറിയാൻ തെറ്റിക്കുന്നവരുണ്ട്. തെറ്റിക്കുന്ന പിശാചുണ്ട്, തെറ്റിക്കുന്ന വ്യക്തികളുണ്ട്, തെറ്റിക്കുന്ന ലോകമാണ്, തെറ്റിക്കുന്ന മനുഷ്യരാണ്, തെറ്റിക്കുന്ന കൂട്ടുകാരാണ്, തെറ്റിക്കുന്ന അയൽവക്കക്കാരാണ്, തെറ്റിക്കുന്ന നാട്ടുകാരാണ്, തെറ്റിക്കുന്ന ഇടത്തെ നടുവിൽ പരിജ്ഞാനത്തോടെ നീക്കണമെന്ന് ദൈവം ഉദ്ദേശിച്ചു. പക്ഷേ അവൻ തെറ്റിപ്പോയി. ദൈവം ഇറങ്ങുന്ന ആ സമയത്ത് ദൈവം ഇറങ്ങിയപ്പോൾ ദൈവത്തെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷണം ചെയ്ത് സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ള മനുഷ്യരെ നോക്കിയപ്പോൾ കാണില്ല. ചോദിക്കും തോന്നുമ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, നിങ്ങൾ എവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്, ഒളിച്ചിരിക്കുകയാണ്. ആരാ ഒളിച്ചിരിക്കാൻ ഇന്നവരെ ഇല്ലാത്ത ഒളിച്ചിരിപ്പ് എന്താ ഒളിക്കാൻ കാരണം? അപ്പോൾ തെറ്റ് ചെയ്താൽ ഒളിച്ചേ പറ്റൂ. അപ്പോ അപൂർണനായി കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഒളിച്ചു പാർക്കാൻ. ശരിയല്ലേ? തെറ്റ് ചെയ്തവർ ഒളിച്ചു പാർക്കും, ലംഘിക്കപ്പെട്ടവർ ഒളിച്ചു പാർക്കണം. പക്ഷെ അങ്ങനെ ഒളിച്ചു പാർക്കാൻ അവൻ ഒളിച്ചു പാർത്തു. അല്ല, നിങ്ങൾ ഒളിച്ചു പാർക്കാൻ കാരണം എന്താണ്? അത് ഞങ്ങൾ നഗ്നരായി പോയി. ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ നഗ്നരായി പോയി. നിങ്ങൾ നഗ്നത ആരാ പറഞ്ഞത്? സ്തോത്രം. ദൈവത്തിന്റെ, ഞാൻ എന്റെ ചിന്തനം പറയാം, ദൈവത്തിന് ചങ്ക് പറഞ്ഞു പോയി. സ്തോത്രം. ഒരു അപ്പൻ തന്റെ കുഞ്ഞുങ്ങളെ അവൻ ആറ്റിത്തേക്ക് വളർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ കുറിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് തലമുറ വഴിതെറ്റി പോകുമ്പോൾ അപ്പന്റെ നെച്ചു കൊടുക്കുന്നത് പോലെ ആദാമും ഹവ്വയും അവനെ 100% ഉറപ്പോടെ പൂർണ്ണ നിന്ന വ്യക്തി പെട്ടെന്ന് അപൂർണ്ണൻ എന്ന വാക്ക് കേട്ടപ്പോൾ ദൈവം കരഞ്ഞുപോയി. തമ്പുരാന് ഭാരം വന്നു. നിങ്ങളാണ് ആരാ പറഞ്ഞത് നടത്തില്ലെന്ന്? എന്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, ദൈവസഭയോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയാം, ദൈവത്തിന് ചങ്ക് പറഞ്ഞു പോയി. ദൈവത്തിന് ഹൃദയത്തിന് വേദന കൂടി. എന്റെ സാദൃശ്യത്തിനാണ് ഉണ്ടാക്കിയത്, എന്റെ സ്വരൂപത്തിലാണ് ഉണ്ടാക്കിയത്, എന്റെ തേജസ് കൊണ്ടാ പൊതിഞ്ഞത്, എന്റെ ശ്വാസം കൊണ്ടാ ജീവിച്ചത്. എല്ലാം ഞാൻ ഔദാര്യമാണ്. നമ്മുടെ ദൈവത്തിന്റെ ആരാ? ഔദാര്യത്തിന് പെട്ടതാണ്. ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. ദൈവം തന്നിലായി ഒന്നുമില്ല, ദൈവം നിർത്തിയിലായി ഒന്നുമില്ല, ദൈവം തന്നിലായി നമുക്ക് നിൽക്കാൻ പറ്റില്ല.
നാം രാവിലെ വൈകുന്നേരം ഒക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥന ദൈവം കരഞ്ഞ് എല്ലാ പ്രാർത്ഥനയ്ക്കും ഓടി ഓടി വന്ന് ദൈവസനെ മുട്ടുമടക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എനിക്ക് ഒരു വേദനയുണ്ട്, എന്നെ അപൂർണത മാറ്റിയിട്ട് എന്റെ പൂർണ്ണ വിഷയത്തിലേക്ക് വരണമെന്ന ചിന്തയിലാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പ്രവചനാത്മാവ് പറയാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അപൂർണതയെ മാറ്റാൻ ഇന്ന് രാത്രി ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, നമ്മുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ അപൂർണത മാറ്റുക, നമ്മുടെ അപൂർണത മാറ്റുക, നമ്മുടെ ജീവിതത്തെ മാറ്റുക, നമ്മുടെ സന്തോഷം കെട്ടുക, സ്ഥാനത്തെ മാറ്റുക. എന്റെ തമ്പുരാൻ ഇതാ ഇറങ്ങി വരുന്നുണ്ട്. അവർ ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, ഹലോ, വേറെ അറിയോ എന്റെ കുഞ്ഞത്തി എവിടെ, എന്റെ കുഞ്ഞത്തി എവിടെ, എന്റെ മോളത്തി എവിടെ, മോളത്തി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി പോകുന്ന ഫലം പറയാനല്ല, അത് ഇതാ വരുന്നു എന്ന് പറഞ്ഞ പിതാവ് ദൈവത്തെ കെട്ടിപ്പിടിപ്പാതൊക്കെ ഓടി പോകുന്ന ഒരു ഭൂമിയായി നിൽക്കുന്ന ദൈവ ഭൈതനെ ദൈവത്തെ ചോദിക്കുന്ന വേഗന. സ്വോത്രം ചെയ്യാമോ? ദൈവത്തിൽ ശുദ്ധീകരിക്കാമോ? ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് പറയാൻ എന്റെ അപൂർണതയ്ക്ക് പൂർണ്ണത വരുത്തുവാൻ എന്റെ യേശുവിനെ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ നോക്കൂ, ഞാൻ അവിടെ ഒരു പാട്ട് പറഞ്ഞിപ്പോ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ അവർ നഗ്നരെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? സ്വയമായിട്ട് അത്തിയല കണ്ടിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ വീതിയുള്ള ഇലയാണ് അത്തിയല. ഒരു 5-6 അത്തിയല ആ വിശ്വത്രം ആ കുത്തി ചേർത്തിച്ച് അവരെ കണ്ണോട് നോക്കും നഗ്ഗെന്ന് കണ്ടിട്ട് അതെല്ലാം അവർ ശരീരത്തിന്മേൽ മറച്ചു. പക്ഷെ വെയിലടിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് വാടി, അത് ഉണങ്ങി, വിശുദ്ധ പറ്റി. അന്നാണ് ദൈവം അതിനകത്തുനിന്ന് ഒരു ആട്ടുകുട്ടി പിടിച്ച ശേഷം അതിനെ കൊന്ന് ചോര ഒഴിപ്പിച്ച അത് ചത്തതിന് ശേഷം അതിന്റെ തോലെടുത്തെന്ത് ചെയ്തു? അത് തോലെടുത്തെന്ത് ചെയ്തു? അവരെ അപൂർണതയെ മറയ്ക്കാൻ, അവരെ നഗ്നതയെ മറയ്ക്കാൻ ആട്ടിൻകുട്ടിയുടെ തോലായിരുന്നു ആദ്യമായിട്ട് തുണിയായിട്ട് നഗ്നത മറയ്ക്കാൻ ഉപയോഗിച്ചത്. ആരായി ആട്ടിൻകുട്ടി? അത് തമ്പുരാനല്ലയോ? യേശു ക്രിസ്തുവിനെ നേരിടായിട്ട് 30 വർഷത്തിനകത്ത് ആദ്യമായിട്ട് ഒരു ആട്ടിൻകുട്ടി അർത്ഥം. ആട്ടിൻകുട്ടി അർത്ഥ സമയത്ത് ആട്ടിൻകുട്ടിയുടേതായ ആ മരണത്തോടുകൂടെ ആ പൂർണ്ണ നിൽക്കുന്ന ആദാമിന്റെ ഹവ്വയുടെയും അപൂർവയെ മാറ്റാൻ കുഞ്ഞാടിന്റെ തോല് മാത്രമേ കഴിവുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് അത്തിയറയ്ക്ക് പരിമിതി ഉണ്ട്. പക്ഷെ കുഞ്ഞാടിന്റെ തോല് പരിമിതിയില്ല. ഇത് രാത്രി ഓർത്തോണോ, നമ്മുടെ അപൂർവ മാറ്റാൻ തക്കവണ്ണം യേശു മശിഹ എന്ന മഹാദൈവത്തെ പിതാവാം ദൈവം തന്നിട്ട് മോക്ഷപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ അപൂർവ മാറ്റുവാൻ തക്കവണ്ണം യേശുവേ എന്ന് പദം പറഞ്ഞ് യേശുവേ എന്ന് പേര് വിളിച്ചുകൊണ്ട് ഉറക്കേണ്ടി വിളിച്ചുകൊണ്ട് യേശുവേ എന്നെ അപൂർവ മാറ്റുവാൻ തക്കവണ്ണം, എന്നെ പരിമിതി മാറ്റുവാൻ തക്കവണ്ണം, എന്നെ ആരോഗ്യം മാറ്റാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ ഇവരെ പുറത്താക്കി. ഇവിടെ ആരെ പുറത്താക്കി? ആദാമിനെയും. അപ്പൊ ഇവിടെ ഒരു വെളിപ്പാട് കിടപ്പുണ്ട് കേട്ടോ. അപൂർണർക്ക് വേണ്ടി താമസിക്കുന്ന സ്ഥലമല്ല ദൈവം ഉണ്ടാക്കിയ തോട്ടം. എന്തൊരു പറഞ്ഞു പോലെ അപൂർണർക്ക് വേണ്ടി അപൂർണതയാ നിൽക്കുന്നവർ താമസിക്കാൻ സ്ഥലമല്ല എവിടെ? യഹോവയുടെ തോട്ടം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ഈ തോട്ടം ഉണ്ടാക്കിയത്? ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവർക്ക് മാത്രം താമസിക്കാനുള്ള സ്ഥലമാണ് തോട്ടം. നീ അപൂർണനായി കഴിഞ്ഞത് പുറത്താണ്. അപ്പോൾ അപൂർണനായി സ്പോട്ടിൽ തന്നെ പുറത്തായി അല്ലേ? ശരിയല്ലേ? നമ്മുടെ ഒരു ഭാര്യയെ നമ്മൾ അവിശ്വസ്തത കാണിച്ചാൽ കൂടെ പാർട്ടിക്കും പാടാ. മാനസികമായി നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു പുരുഷൻ അവിശ്വസ്തത കാണിച്ചാൽ ഭാര്യയ്ക്ക് ആ ഭർത്താവ് ഇഷ്ടം കാണുമോ? താല്പര്യപ്പെടുത്തില്ല. ഒരു മക്കൾ നമ്മുടെ അവിശ്വസ്തത കാണിച്ചാൽ ആ മക്കളുടെ സ്നേഹത്തിനകത്ത് നമുക്ക് അധികമായിട്ട് ഉണ്ടാകുമോ? ഇല്ല. ആ പ്യൂരിറ്റി, ആ ശുദ്ധത, ആദ്യത്തെ ഇൻസ്പിറേഷൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ട പിന്നെ കാണുന്ന കണ്ണും സംസാരിക്കുന്ന ആശയവും ചെയ്യുന്ന പ്രവൃത്തിയൊക്കെയും ആ ഒരു ആശയത്തിലായിരിക്കുമല്ലോ വാക്ക്. എന്നാൽ അതിന്റെ കുറവുകളെല്ലാം പരിഹരിക്കാനാണ് 33 വയസ്സുകാരനായ യേശു ലോകത്തിലേക്ക് വരുവാൻ കാരണമായത്. കരങ്ങളെ തട്ടി രാത്രി നമുക്ക് പറയാം, 33 വയസ്സുകാരന് മാത്രമേ
നമ്മുടെ അപൂർണമായ അവസ്ഥയ്ക്ക് പൂർണ്ണതയെത്തുവാൻ കഴിയുള്ളൂ. ഈ രാത്രി ഈ ദൈവസഭയിലെത്തുന്ന പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധൻ പറയുന്നു, യേശു എന്ന മഹാദൈവത്തെ ഏദൻ തോട്ടത്തിനകത്ത് അവൻ നെടുനായിട്ടുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവൻ ധരിക്കപ്പെട്ട ശേഷം അവന്റെ തോലെടുത്ത് ഒളിപ്പിച്ച് അവനെ നഗ്നത മറച്ച് പുറത്താക്കിയെങ്കിൽ പോലും അവൻ നൂറ്റാണ്ടുകളിൽ പുറത്താക്കപ്പെട്ട മനുഷ്യരെ വീണ്ടും അവൻ താങ്ങുമാത്തവണ് 2024 വർഷം മുമ്പായി അവൻ ഭൂമിപക്ഷമാണെന്നറിയപ്പെടുന്ന അവൻ പലസ്തീനിലെന്ന ആ പച്ചമണിലേക്ക് അവൻ കന്യാസ്ത്രീകളെ അവൻ പുതുക്കത്തെ ജനിക്കപ്പെട്ട യേശു പുറത്തേക്ക് വരുവാൻ കാരണമായി. അവന്റെ ജനനത്തിന്റെ ഉദ്ദേശം അപൂർണരെ എന്താക്കണം? പൂർണ്ണരാക്കണം. ഒരു സ്വന്തം പറഞ്ഞേ, എന്താക്കണം? അപൂർണരെ പൂർണ്ണരാക്കണം. പറഞ്ഞേട്ടെ, യേശു ക്രിസ്തുവിന്റെ വാരത്ത് ലക്ഷ്യമെന്താ? നമ്മൾ ഈ ബന്ധപ്പെട്ട് എന്തിനാ ഈ ആദ്യത്തിൽ വന്നത്? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നമുക്ക് ഇരുന്ന് ടി വി കാണാനോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ സംസാരിക്കാനോ കുടുംബത്തിരുന്ന് അവൻ സ്വന്തം പറയാനോ കൊച്ചു വർത്തമാനം പറഞ്ഞ് ചിരിക്കാനോ അവയെ പറ്റും നാം പെട്രോൾ അടിച്ച് നമ്മൾ ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് നമ്മൾ യാത്ര ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ആലയത്തിലേക്ക് ബന്ധപ്പെട്ട് ഈ മഴ പരുവത്തിൽ കയറി വന്ന എന്റെ ഉദ്ദേശം എന്താ? എന്റെ അപൂർണതയ്ക്ക്, എന്റെ അപൂർണതയ്ക്ക്, എന്റെ പരിപൂർണതയ്ക്ക്, എന്റെ ശൂന്യതയ്ക്ക്, എന്റെ വേദനയ്ക്ക്, ഞാൻ അനുഭവിക്കുന്ന ഭാരത്തിന് അത് മാറുപെടുത്താനാകമാണ്. ദൈവത്തിന് മാത്രമേ അത് കഴിയൂ എന്നുള്ള ചിന്ത മുതലുണ്ട്. മാത്രമേ കഴിയെങ്കിൽ ഈ രാത്രി പറയാ യേശുവിന്റെ അപൂർവ്വം മാറ്റുക. ഈ 2024 ഈ രാമത്തെ മാറ്റ എന്റെ അപൂർവ്വം മാറ്റിയിട്ട് എന്റെ പൂർണ്ണമാക്കി മാറ്റി. അതിന്റെ ഒരു പാട്ടോട് ഞാൻ 10 മിനിറ്റ് പറഞ്ഞാൽ, ഒന്ന് പെർഫെക്റ്റ് ഒരു പദമുണ്ട്. ഈ പെർഫെക്റ്റ് എന്ന പദം ആര് പദമാണ്? യേശുവിന്റെ പദമാണ്. നമുക്കറിയാം, കല്യാണ വീട്ടിലാണ് യേശു ആദ്യമായിട്ട് എന്ത് പെർഫെക്റ്റ് എന്ന പദം തെളിയിച്ചത്. അത്ഭുതം അല്ലെ? യേശു അടയാളമാണ്. ഇല്ല, എന്ത് ചെയ്ത് കാനാവിന്റെ കല്യാണ വീട്ടിൽ യേശു ഇറങ്ങി പോയിട്ട് അവിടുത്തെ ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവരെല്ലാം ഓർത്തുടർന്ന് നോക്കി, എന്ത് ചെയ്യും? ഞങ്ങൾ നാട്ടിന് മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, ബന്ധുക്കളുടെ നടുവിൽ, സ്നേഹിതരുടെ നടുവിൽ, ദേശത്തിന്റെ പ്രമുഖന്മാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെട്ട് പോകുമല്ലോ, തലമുറിക്കുമല്ലോ എന്ന മാതാവും പിതാവും ബന്ധുക്കളും കുടുംബക്കാരും മൊത്തം വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് ഇതാ ഇറങ്ങി വരുന്നു യേശു മശിഹ. ഇറങ്ങി വന്നപ്പോൾ യേശു മശിഹയുടെ അമ്മ പോയി പറഞ്ഞു, അസാരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, താടിയൊക്കെ വളർത്തി നിൽക്കുന്ന ഒരു യേശു കർത്താവുണ്ടല്ലോ, ആ മനുഷ്യൻ അവർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അപൂർണതയ്ക്ക് പരിഹാരം തരുവാനാണ് ബന്ധപ്പെട്ട് ഈ കേൾവന്മാര് ഇന്ന് രാത്രി പറഞ്ഞാൽ യേശുവിനെ ചൂണ്ടിക്കാണിച്ചെന്ന മശിഹ നമ്മോട് പറയുന്ന പിതാവ് ദൈവം പറയുന്നു, ഈ യേശു ഉണ്ടല്ലോ എന്റെ മകനായ യേശു, അവനെ ചൂണ്ടിക്കാണിച്ചത് പഴയ നിയമത്തിലെ പ്രവാചകന്മാര്, പഴയ നിയമത്തിലെ പുരോഹിതന്മാര്, പഴയ നിയമത്തിലെ ശുശ്രൂഷന്മാര് മുഴുവൻ ഇതിനെ ചൂണ്ടിക്കാണിച്ചു. അവരെ കൊണ്ട് മാത്രമേ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ, അവരെ കൊണ്ട് മാത്രമേ നിന്റെ അപൂർവതയ്ക്ക് പൂർണ്ണമാക്കാൻ പറ്റൂ, അവരെ കൊണ്ട് മാത്രമേ ശൂന്യമാക്കാൻ പറ്റൂ എന്ന് ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ കാലം വന്നപ്പോ ആ യേശുവിനെ നമുക്ക് ലഭിക്കാനായി ആരും ചൂണ്ടിക്കാണിക്കേണ്ട, നമുക്ക് പ്രത്യക്ഷപ്പെട്ട യേശു. അപ്പൊ ഇത് രാത്രി സജീവത് പറഞ്ഞു നോക്കിയേ, എന്റെ ആ പൂർണ്ണതയ്ക്ക് പൂർണ്ണത വരുത്താൻ. പ്രിയ സഹോദരങ്ങളെ പറഞ്ഞു വെക്കേ, എന്റെ അപൂർണതയ്ക്ക് പൂർണ്ണത വരുത്താൻ യേശു എന്ന ദൈവത്തിന് മാത്രം കഴിയും. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നാം പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവേ നീ പൂർണ്ണനാണ്, ഞാൻ അപൂർണ്ണനാണ്. എന്റെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ അപൂർണ്ണനായി തുടരുകയാണ്. പക്ഷെ എന്റെ കാലം വരുമ്പോൾ അത് പൂർണ്ണമാക്കി തരണം. അതുകൊണ്ടാണ് പ്രവാക്കാണ് ആദാമിൽ എല്ലാവരും കൈവിടപ്പെട്ടു, പക്ഷെ 2-ാം ആദാമിൽ എല്ലാവരും സ്വീകരിക്കപ്പെട്ടു. 1-ാം ആദാമിൽ ഭാവിയാ തുറന്നു, പക്ഷെ 2-ാം ആദാമായി ക്രിസ്തുവിന് കൂടെ സകലരെയും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. പുത്രത്വം തന്നു, ദത്തെടുപ്പ് തന്നു, നീതീകരണം പ്രാപിച്ചു, ദൈവത്തിന് ഭാഗ്യ വിശുദ്ധന്മാരാക്കി പ്രഖ്യാപിച്ച് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര
വലിയ സ്നേഹം നൽകി എന്റെ യേശുവിനെ നമുക്ക് തന്നിട്ട് പറഞ്ഞു, അവരിൽ കൂടെ എന്റെ ജീവിതത്തിന് പരിപൂർണതയുണ്ട്, അവരിൽ കൂടെ ജീവിതത്തിന് സമ്പൂർണ്ണതയാക്കാൻ കഴിയും. ഇന്ന് രാത്രി നമുക്ക് കരങ്ങൾ അടിച്ചു പറയാ, എന്റെ യേശുവിൽ കൂടി എനിക്ക് മഹാ സന്തോഷമുണ്ട്, എന്റെ യേശുവിൽ കൂടി എനിക്ക് വലിയ പ്രത്യാശയുണ്ട്, എനിക്ക് യേശുവിൽ കൂടി വലിയ പൂർണ്ണതയുണ്ട്. ഞാൻ ശൂന്യത അനുഭവിക്കില്ല, ഞാൻ ശ്രേഷ്ഠത അനുഭവിക്കാൻ പോവുകയാണ്. ഇനി ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. നോക്കൂ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയായ യേശുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകുമെന്നല്ല, ഓൾറെഡി നമ്മളായി. സ്വതം പറഞ്ഞു എന്റെ പ്രശ്നം എന്തായി? പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. ക്രിസ്തു എന്നിൽ വന്നപ്പോൾ തന്നെ വാഴ്ചനെ നോക്കി നിൽക്കുന്നു പിശാച്, അധികാരി സമ്മതിക്കുന്നു പിശാച്. അപ്പൊ എന്നെ അപൂർണനാക്കി മാറ്റിയതും എന്നെ പൂർണ്ണനാക്കി മാറ്റാൻ നീക്കാൻ തക്കവണ്ണവും ബന്ധപ്പെടുന്നതിൽ അധികാരവും വാഴ്ചയുമുണ്ട്. അധികാരത്തിന് കെട്ടുകയും വാഴ്ചയുടെ കെട്ടുകയും യേശു കാലയെ കുറിച്ച് അവന്റെ തലയെ തകർത്തിട്ടുണ്ടല്ലോ. എന്റെ സാദൃശ്യത്തിന് എന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട എന്റെ മനുഷ്യൻ എന്നേക്ക് അവൻ അപൂർണനാകില്ല, അവനെ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ചത്തു പറഞ്ഞ അവൻ ചോര ഊറ്റി തന്നിട്ട് പറഞ്ഞു വാക്കാക്കുന്നു, അവനെ പരിപൂർണമാക്കിയിരിക്കുന്നു. ഒരു വാക്യം കൂടി വായിക്കുമ്പോൾ 2:19 വാക്യം കൂടെ വായിച്ച 2:19 വാക്യം. തലയായവനിൽ നിന്നല്ലോ, അങ്ങനെ വായിച്ചു ഉറക്കെ ഉറക്കെ വായിക്കാം. ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നോക്കണം, എവിടെയൊക്കെ അപൂർണതയുണ്ട്, എവിടെയൊക്കെ അപൂർണതയുണ്ട്. ശരീരത്തിൽ അപൂർണതയുണ്ട്, ശക്തികളിൽ അപൂർണതയുണ്ട്, ഞരമ്പുകളിൽ അതിന്റെ ശരീരത്തിൽ ഓരോ പാർട്ടുകൾ എന്ത് വന്നു? ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും എന്ത് ഭവിച്ചിട്ടുണ്ട്? അപൂർണമേൽപ്പെട്ടു. ഇന്ന് നമ്മുടെ വീട്ടിൽ പോയി കാല് ചവിട്ടുമ്പോൾ പറയണം, ഇനി എന്റെ വീടിനകത്ത് അപൂർണതയല്ല, എന്റെ വീടിനകത്ത് പൂർണ്ണത ഉണ്ട്. ഇനി എന്റെ വീട്ടിൽ ഏകാന്തതയല്ല, എന്റെ വീട്ടിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷമുണ്ട്. ശൂന്യതയല്ല, നിറവുണ്ട്. എന്റെ കുടുംബത്തിന് ശൂന്യതയല്ല, അവൻ നിറവുണ്ട്. യേശു ക്രിസ്തുവിനാൽ അവന്റെ ഭാവത്തിനിട്ട് ശാപത്തിനിട്ട് ഞാൻ അപൂർണ്ണ സ്ഥാനത്തുനിന്ന് യേശുവിനെ കാൽവരിമണ്ണത്താലും അവന്റെ പരിമളോളത്താലും എന്റെ പ്രശ്നങ്ങളെല്ലാം മറുപടി തരുവാനില്ല. പലപ്പോഴും ഈ നിരാശ എന്നൊരു യാഥാർത്ഥ്യം നമ്മെ വേട്ടയാണ്. എപ്പോഴാണ് നിരാശ വരുന്നത്? നാം ഒറ്റപ്പെടുമ്പോഴും അപൂർണ നിൽക്കുമ്പോഴും നമുക്ക് എന്ത് വരുന്നത്? നിരാശ വരുന്നത്. ഇത് കാണുന്ന പിശാച്, അവിടെ വാഴ്ചയും അധികാരമായ പിശാച് അപ്പുറത്തുനിന്നുകൊണ്ട് കൈ ചൊന്നിട്ട് പറഞ്ഞ വാക്ക്, നീ എന്തോ പറഞ്ഞേ, നീ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഉണ്ടായല്ലേ, ഇപ്പൊ നീ എന്തനുഭവിക്കുന്നു? പറ, നീ ഇപ്പൊ എന്തനുഭവിക്കുന്നു? എന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കി പല്ല് വിളിച്ചിട്ട് ചിരിച്ച് നമ്മോട് എന്ത് ചെയ്യാ? പരിഹസിക്കുന്നു, പരിഹസിച്ച് ചിരിച്ച് കളിയാക്കുന്ന ഒരു മുഖം അപ്പുറത്ത് കാണുമ്പോൾ ഇന്ന് രാത്രി വാഴ്ചകളെയും അധികാരങ്ങളുടെ മുമ്പിൽ എന്റെ യേശു അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്നെ പൂർണ്ണമാക്കി. ഇപ്പൊ നോക്കൂ, എടാ, നീ ജീവകാലം മൊത്തം നീ നിരാശയായി ഇഞ്ചിച്ചായി കരഞ്ഞു പുലമ്പി നീ തലപ്പടമായി മാറണമെന്ന് പിശാചി വിരൽ ചൂണ്ടി പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ തോളെ കൈയിട്ടുടങ്ങിയാണ്, ഇപ്പോൾ സന്തോഷിച്ച് മകത്ത് വിളിക്കുകയാണ്, ഇപ്പൊ ആര് ശോഭ ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ പിശാചിന് വീണ്ടും വൈരാഗ്യം തോന്നി. അവൻ ദൈവത്തിന് ക്രിസ്തു പരമാത്മാണ്. അവൻ ഞാൻ എവനെ അപൂർവ മാറ്റാനാണ്, എവന് വേണ്ടിയാണ് കാൽവരി കുരിശിൽ കയറിയത്. 39 അടി
എന്റെ തോളിൽ അടിയേറ്റതും എന്റെ രണ്ട് കൈ രണ്ട് കാല് തുളച്ചത് എന്റെ വിലാപ്പുറത്ത് തുളച്ചത് എന്റെ തലയ്ക്കകത്ത് അവൻ മുള്ളാൻ അടിച്ച് അവിടെ കൂടി തലച്ചോറിനകത്ത് ചോര നീരുന്ന രക്തമൊക്കെ വലിച്ചതല്ല ഇവന്റെ അഭൂത മാറ്റാൻ കഴിയാണ്. പിശാചിന് മേലാൽ അവനെ കട്ടു നടത്തുവാനോ അവനെ അധികാരം നടത്തുവാനോ കഴിയത്തില്ല. അവന്റെ അഭൂതയെ ഞാൻ ഇന്ന് രാത്രി മാറ്റുകയാണ്. ഈ 2024 അവൻ ഈ ജൂലൈ മാസം ഈ 9 രാത്രി പരിശുദ്ധാത്മാവിന്റെ ദൈവാത്മാവിനെ ഒഴിവാക്കാവുന്നു. അവന്റെ അഭൂതയെ ഞാൻ മാറ്റിയിരിക്കുന്നു. അവന് ശൂന്യതയെ മാറ്റിയിരിക്കുന്നു. അവൻ ഇല്ലായ്മയെ മാറ്റിയിരിക്കുന്നു. അവൻ ഇല്ലായ്മയെ മാറ്റിയിരിക്കുന്നു. അവന് നിറഞ്ഞ ദൈവവും മനവും കൊടുത്ത് മാറ്റുകയാണ്. നമുക്ക് പറയാം ദൈവസന്നിധിയിൽ ഈ വചനം ഒരു വിട്ട് പറയണം. 2:10 ഒരു വിട്ട് പറയണത്താവേ സകല വാഴ്ചകൾക്കും സകല അധികാരങ്ങളും നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്റെ കർത്താവ് എന്നെ അവരുടെ മുമ്പിൽ പൂർണ്ണരാക്കിയിരിക്കുന്നു. ഒരാമേ പറഞ്ഞാൽ എന്താക്കിയിരിക്കുന്നു? ഒരു പ്രാവശ്യം പൂർണ്ണരാക്കിയിരിക്കുന്നു. ഞാനിപ്പോൾ സിംഗിൾ അല്ല, ഞാനിപ്പോൾ ഒറ്റപ്പെട്ടവളല്ല. അവൻ ഞാനൊരു ഏകാന്തതയ്ക്ക് വേണ്ടി വിളിച്ചു വന്നിരിക്കപ്പെട്ടതല്ല. ജഗത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം മുഴങ്ങേണ്ട ഒരു പ്രാർത്ഥന കുടുംബത്തിനകത്ത് സഭയ്ക്കകത്ത് ഞാൻ മണ്ഡലത്തിനകത്ത് എന്നെ അപൂർണ്ണാക്കി രാഷ്ട്രപ്പെടുത്തുന്ന സകല കേട്ടിലേക്ക് യേശു ക്രിസ്തു ഇന്ത്യയാക്കി പൊട്ടിച്ചിട്ട് എന്നെ പൂർണ്ണരാക്കി മാറ്റി. പാപം മാറ്റി, ശാപം മാറ്റി, അകൃത്യം മാറ്റി, ഏകാന്തത മാറ്റി, എല്ലാം മാറ്റി. ഇപ്പൊ ഞാൻ ക്രിസ്തുവിൽ ആരാധിക്കുന്നു. കംപ്ലീറ്റ് ഡെലിവറി ആരംഭിക്കുന്നു. ഡെലിവറി സാധിക്കുന്നു. കംപ്ലീറ്റ് ബ്ലെസ്ഡ് ആയിരിക്കും. കംപ്ലീറ്റ് പെർഫെക്റ്റ് പറഞ്ഞാൽ പെർഫെക്റ്റായി 12 വർഷവും 15 വർഷവും 18 വർഷവും 30 വർഷവും അതിന് മുമ്പിലോ പുറകിലോട്ടോ ഒക്കെ വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം കെട്ടിക്കിടക്കുന്ന വിടുതൽ കിട്ടാതിരിക്കാം. കെട്ടിക്കിടക്കുന്ന വിടുതൽ കിട്ടാൻ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് വിടുതൽ കിട്ടാത്ത സ്ഥാനത്ത് ഇതാ ഒരു കയറി വരുന്നു. അവനെ കെട്ടുപൊട്ടിച്ച് അവന്റെ വീട്ടിൽ തന്നെ അതാണ് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും. അതുകൊണ്ട് ആ വാക്കിന്റെ വാക്കാണ് നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്തുവിൽ ഉറക്കെ ഒന്നുകൂടി ഞാൻ ക്രിസ്തുവിൽ പറഞ്ഞേ ഞാൻ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു. എന്റെ വീട് ക്രിസ്തുവിൽ പരിപൂർണമായിരിക്കുന്നു. എന്റെ ആലയം ക്രിസ്തുവിൽ പരിപൂർണമായിരിക്കുന്നു. ഇനി വാഴ്ചകളോ അധികാരങ്ങളോ കർത്തൃ നടത്തുവാൻ അനുവാദം ക്രിസ്തു കൊടുക്കുന്നില്ല. ഈ ഞാൻ പരിപൂർണരായിരിക്കുന്നു എന്ന വാക്ക് വന്നപ്പോഴാണ് പിതാവാം ദൈവത്തിന് നിരാശമായത്. ഇപ്പോൾ പിതാവാം ദൈവവും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും നമ്മൾ തമ്മിൽ പാരായി സുഹൃത്തുക്കളായി മാറി. ഇപ്പൊ ആരും കൂടെയില്ല, പാപമില്ല, പിശാചില്ല, ഒരു ശാപമില്ല. ദൈവം നമ്മെ അവരെ പൂർണ്ണരാക്കി തീർക്കുവാനിയായി. നമുക്ക് പറയാം ദൈവം